കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കപ്പെട്ടുള്ള, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവന ഞാൻ വായിച്ചു, മഞ്ജുഷ എനിക്ക് അയച്ചു, അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടന അനുസരിച്ചിട്ടുള്ള മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് തട്ടമിട്ട് പോകുവാൻ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവിടുത്തെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായത്തോട് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു, ഈ പറയപ്പെടുന്ന രീതിയിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടിയുടെ തലയിൽ തട്ടയിടാനുള്ള ഹിജാബിടാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടത് തെറ്റാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം അദ്ദേഹം നിയമത്തിൻ്റെയും അതേപോലെ തന്നെ നേരത്തെ കോടതി വിധികളുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതിനെ ചോദ്യം ചെയ്യാൻ ഞാനില്ല. അല്ലല്ല സ്കൂളിൽ പക്ഷേ അത് അനുവദനീയമല്ല. കാരണം സ്കൂളിനാണല്ലോ തീരുമാനിക്കാൻ പറ്റുന്നത്. അതാണല്ലോ ഹൈക്കോടതി വിധിയിലും പറഞ്ഞിട്ടുള്ളത്, സ്കൂൾ നിയമാവലി അനുസരിച്ച് വേണമെന്ന്. പക്ഷെ അതിന് വിരുദ്ധമായ നിലപാടാണ് തട്ടമിടരുത് എന്നൊന്നും ആരും ഇവിടെ നിലപാടെടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പറയരുത് താങ്കൾ. ഒരു കാര്യം ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ മക്കളും അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുസ്ലിം കുട്ടി തട്ടമിട്ട വിഷയത്തെ ഇത്രമാത്രം ആളിക്കത്തിച്ചുകൊണ്ട് ഇവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള അവിടുത്തെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചപ്പോൾ ഞാൻ അത്തരത്തിലുള്ള വാദങ്ങൾ തിരിച്ചു വെക്കുമ്പോൾ അതൊരു വർഗീയമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സ്കൂളുകളിൽ ഈ പറയപ്പെടുന്ന എല്ലാ മതസ്ഥർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കുട്ടികളെ കൊണ്ട് അവിടെ കുരിശ് വരിപ്പിക്കുകയും അതേപോലെ തന്നെ അവിടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ അവർ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന ഈ സ്കൂളിൽ തന്നെ സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ പത്രവാർത്തകൾ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. ഈ